all, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ എഗ്ഗും കുറച്ച് വെജിറ്റബിൾസും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എഗ് ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ബസ്മതി റൈസ് ഒരു 20 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. ഒരു 75% വേവാകുമ്പോൾ തന്നെ നമ്മളതൊരു അരിപ്പ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൈഡ് റൈസിൻ്റെ വേവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഓണിയൻ ഇടാം. ഓണിയൻ ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മറ്റ് പച്ചക്കറികൾ, ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വേവേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ കളറൊക്കെ മാറാതെ തന്നെ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഈ സമയത്ത് ചേർക്കാം. അതൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന സംഭവമാണ് ഈ ഫ്രൈഡ് റൈസിന്. എനിക്കിപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം. അതായത് വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. റൈസ് നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പെപ്പറിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇതിന് മുന്നിൽ നിൽക്കും. സോയ സോസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. റെഡ് ചില്ലി സോസ് ഒഴിക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി ഈ വെജിറ്റബിൾ എല്ലാം നല്ലവണ്ണം പിടിക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം. ചിലർ ഈ സമയത്ത് കുറച്ച് വിനെഗർ കൂടി ഒഴിക്കും. ഞാൻ ഒഴിച്ചിട്ടില്ല. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാൻ. കണ്ട നല്ലവണ്ണം ഒന്നിനൊന്ന് തൊടാതെയാണ് റൈസ് കിടക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. കഴിവതും ഒരുപാട് കയ്യിലിട്ട് ഇതിനകത്തിട്ട് ഇളക്കി മറിക്കാതെ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പെപ്പർ പൗഡറൊക്കെ പോരെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി തൂവി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണിത്. ഇതിൽ എഗ്ഗിന് പകരം നമുക്ക് ചിക്കൻ ചേർക്കാം, അതുപോലെ പ്രോൺസ് ചേർക്കാം. എന്ത് വേണമെങ്കിലും ചേർത്ത് നമുക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിന് ചില്ലി ചിക്കനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.